നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ അപ്പായാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. രാജ്യത്ത് ഡീസൽ വില കുതിച്ചുയരുന്നു. ലിറ്ററിന് $3 പിന്നിട്ടു. ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഡീസൽ വില ചരിത്രത്തിലാദ്യമായി ലിറ്ററിന് $3 എന്ന പരിധി കടന്നു. അന്താരാഷ്ട്ര തലത്തിൽ US-ഇസ്രായേൽ സഖ്യം ഇറാനുമായി നടത്തുന്ന യുദ്ധം തുടരുന്നതാണ് ഇന്ധനവില ഇത്രയധികം വർദ്ധിക്കാൻ കാരണമായിരിക്കുന്നത്. ഈ മാസത്തിന്റെ തുടക്കം മുതൽ ഏകദേശം $1.30 എന്ന വരെയാണ് വിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഡീസൽ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാൻബറയിലാണ്. ഡാർവിൻ ഒഴികെയുള്ള എല്ലാ നഗരങ്ങളിലും വില $3 മുകളിലാണെങ്കിലും നിലവിൽ ഇന്ധനക്ഷാമം എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കപ്പൽ ഗതാഗത മേഖലയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ വിലക്കയറ്റം വലിയ ആശങ്കയാണ് രാജ്യത്ത് സൃഷ്ടിക്കുന്നത്. വിക്ടോറിയയിൽ പ്രതിദിനം 3 മണിക്കൂർ സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ച വിക്ടോറിയൻ സർക്കാർ സംസ്ഥാനത്തെ കുടുംബങ്ങൾക്കായി മിഡ് ഡേ പവർ സേവർ എന്ന പേരിൽ പുതിയ ഊർജ്ജ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഉച്ചസമയത്തെ 3 മണിക്കൂർ വൈദ്യുതി തികച്ചും സൗജന്യമായോ അല്ലെങ്കിൽ വലിയ ഡിസ്കൗണ്ടിലോ ജനങ്ങൾക്ക് ലഭ്യമാകും. പുനരുപയോഗ ഊർജ്ജ മേഖലയിലുണ്ടായ വൻ നിക്ഷേപം മൂലം പകൽ സമയത്ത് അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജനങ്ങൾക്ക് ഉപകാരപ്പെടാനാണ് ഈ നീക്കം. ഈ പദ്ധതിയിലൂടെ ഒരു ശരാശരി കുടുംബത്തിന് വർഷത്തിൽ $300 ലാഭിക്കാമെന്ന പ്രീമിയർ ജസിന്ത ആലൻ വ്യക്തമാക്കി. ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതിയിൽ ചേരാൻ ഉപഭോക്താക്കൾ തങ്ങളുടെ വൈദ്യുതി ദാതാവ് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തിരക്കേറിയ വൈകുന്നേരങ്ങളിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും സർക്കാർ കരുതുന്നു. ഹോർമസ് കടലിടുക്കിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട കപ്പൽ ഓസ്ട്രേലിയയിലെത്തി. യുദ്ധം രൂക്ഷമായ ഹോർമസ് കടലിടുക്കിലെ ഇറാനിയൻ ഭീഷണി മറികടന്നാണ് കപ്പൽ സുരക്ഷിതമായി ഓസ്ട്രേലിയൻ തീരത്തെത്തിയത്. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഈ മേഖലയോടെയുള്ള കപ്പൽ ഗതാഗതം അതീവ അപകടകരമായി തുടരുന്നതിനിടെയാണ് ഈ രക്ഷപ്പെടൽ. ഇറാനിയൻ സേനയുടെ കർശന നിരീക്ഷണമുള്ള പാതയിലൂടെ അതീവ ജാഗ്രതയോടെയാണ് കപ്പൽ സുരക്ഷിത മേഖലയിലേക്ക് കടന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം ആഗോള ഇന്ധന വിതരണ ശൃംഖല തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ഈ കപ്പലിന്റെ വരവ് വലിയ വാർത്തയായിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഗതാഗത മന്ത്രാലയം കപ്പലിന്റെ വരവ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. യുദ്ധം തുടങ്ങിയ ശേഷം ഈ പാതയിലൂടെ രക്ഷപ്പെട്ട ഓസ്ട്രേലിയയിലെത്തുന്ന ആദ്യ കപ്പലുകളിൽ ഒന്നാണിത്. ഇന്ധന പ്രതിസന്ധി കടുത്തതോടെ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഓസ്ട്രേലിയയിൽ ആഴ്ചയിൽ 4 പ്രവൃത്തി ദിനങ്ങൾ നടപ്പിലാക്കണമെന്ന് വിദഗ്ധർ. ശ്രീലങ്ക, വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ ഈ മാതൃക സ്വീകരിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഗവൺമെന്റും അടിയന്തരമായി ഈ വിഷയത്തിൽ ചർച്ചകൾ ആരംഭിക്കണമെന്ന് മക്വാരി യൂണിവേഴ്സിറ്റിയിലെ എനർജി ആൻഡ് റിസോഴ്സ് ലോ പ്രൊഫസർ ടിന സോളമൻ ഹണ്ടർ വ്യക്തമാക്കി. ഹോർമസ് കടലിടുക്ക് ഉപരോധിക്കപ്പെട്ടതോടെ ഓസ്ട്രേലിയയിലേക്കുള്ള 6ഓളം എണ്ണക്കപ്പലുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. രാജ്യത്തിലെ പല ഭാഗങ്ങളിലും പെട്രോൾ വില ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി ഉടനെങ്ങും പരിഹരിക്കപ്പെടാൻ സാധ്യത ഇല്ല എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഇന്ധനം ലഭിക്കാനും 4 പ്രവൃത്തി ദിനങ്ങൾ സഹായിക്കുമെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. മെൽബണിൽ ഭീകരവാദ ബന്ധമുള്ള രേഖകൾ ശേഖരിച്ച കൌമാരക്കാരൻ പിടിയിലായി. ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരോധിത രേഖകൾ ശേഖരിച്ചതിനും കൈവശം വെച്ചതിനും മെൽബണിൽ 15 വയസ്സുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിക്ടോറിയൻ ജോയിന്റ് കൌണ്ടർ ടെററിസം ടീം നടത്തിയ രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് കൌമാരക്കാരൻ പിടിയിലായിരിക്കുന്നത്. പ്രതിയുടെ പക്കൽ നിന്നും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതുമായ നിരവധി ഡിജിറ്റൽ ഫയലുകളും കണ്ടെടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടിയെ ചിൽഡ്രൻസ് കോടതിയിൽ ഹാജരാക്കിയെങ്കിലും പേര് വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. യുവാക്കൾ ഓൺലൈൻ വഴി തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് വർദ്ധിക്കുന്നതിനാൽ പോലീസ് അതീവ ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ പൊതുജനങ്ങൾക്ക് മറ്റ് സുരക്ഷാ ഭീഷണികൾ ഇല്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. Planning to buy your dream jewelry the smart way? Introducing our jewelry purchase program, a simple way to purchase your jewelry through easy monthly installments. Choose the monthly installment amount and plan duration as per your convenience. Gold weight equivalent to your monthly payment gets accumulated every month. Bring home your dream jewelry at the end of the program. Complete transparency and the assurance of the trusted Malabar Promise. Bring home the shine with the Jewelry Purchase Program. Enroll today.
ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് വിക്ടോറിയയിൽ അധ്യാപകരുടെ വൻ പണിമുടക്ക്. ശമ്പള വർധനവും ജോലിഭാരവും കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് വിക്ടോറിയയിലെ 10,000-കണക്കിന് അധ്യാപകരാണ് സംസ്ഥാന വ്യാപകമായി ഇന്നലെ പണിമുടക്കിയത്. ഏകദേശം 35,000-ഓളം അധ്യാപകർ പങ്കെടുത്ത ഈ സമരം കഴിഞ്ഞ 13 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അധ്യാപക പ്രതിഷേധമായി മാറിയിരുന്നു. പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാനത്തെ 500-ഓളം സ്കൂളുകളുടെ പ്രവർത്തനം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെട്ടു. 4 വർഷത്തിനുള്ളിൽ 35% ശമ്പള വർധനവാണ് അധ്യാപക യൂണിയൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ സർക്കാർ വാഗ്ദാനം ഇതിലും വളരെ കുറവാണ്. മെൽബൺ നഗരത്തിൽ നടന്ന കൂറ്റൻ പ്രതിഷേധ റാലിയിൽ സർക്കാർ അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് യൂണിയൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെന്ന് പ്രീമിയർ ജസിന്ത ആലൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ മെഡിക്കെയർ കാർഡ് ഉടമകളെ ലക്ഷ്യമിട്ട് വ്യാജ ടെക്സ്റ്റ് സന്ദേശങ്ങൾ വ്യാപിക്കുന്നു. ഗവൺമെന്റ് പോർട്ടലായ MyGov-യിൽ നിന്നെന്ന വ്യാജേന എത്തുന്ന ഈ സന്ദേശങ്ങൾക്കെതിരെ അധികൃതർ പൌരന്മാർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 2026 ഏപ്രിലിനുള്ളിൽ മെഡിക്കെയർ കാർഡ് പുതുക്കണമെന്നും അതിനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നുമാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം. MyGov കസ്റ്റമർ സർവീസ് സെന്റർ എന്ന പേരിൽ വരുന്ന ഈ സന്ദേശങ്ങൾ ഒറ്റനോട്ടത്തിൽ ഔദ്യോഗികമാണെന്ന് തോന്നുമെങ്കിലും ഇതിലെ URL പരിശോധിച്ചാൽ ഇത് വ്യാജമാണെന്ന് വ്യക്തമാകും. സന്ദേശത്തിന് മറുപടി നൽകാനോ ലിങ്ക് കോപ്പി ചെയ്ത് ബ്രൗസറിൽ ഉപയോഗിക്കാനോ ആണ് തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. വിക്ടോറിയയിലെ ബിൽഡോറ സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വമ്പിച്ച റമ്മി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. വരാനിരിക്കുന്ന ഏപ്രിൽ 11 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. റെഡ് ക്ലിഫ്സ് സിവിക് സെന്ററാണ് ഈ ആവേശകരമായ പോരാട്ടത്തിന് വേദിയാകുന്നത്. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന വ്യക്തിക്ക് $201 സമ്മാനമായി ലഭിക്കുക. 2ാം സമ്മാനമായി $101, 3ാം സമ്മാനമായി $501 നൽകും. $50 മത്സരത്തിനുള്ള എൻട്രി ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കാളിയാകുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരായ മുസ്ലിം ലീഗ് നേതാവിന്റെ അധിക്ഷേപ പരാമർശത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവൾക്കൊപ്പം എന്ന് ആവർത്തിച്ച് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെയും UDF നേതാക്കളുടെയും കാപട്യമാണ് തുറന്നു കാട്ടുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പരാമർശം വിവാദമായതോടെ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തി. ഇന്ത്യയിൽ ആദ്യമായി ദയാവധത്തിന് വിധേയനായ ഹരീഷ് റാണയുടെ അവയവങ്ങൾ ദാനം ചെയ്തു. അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം നേരത്തെ തന്നെ സമ്മതം അറിയിച്ചിരുന്നു. ഹരീഷിന്റെ ഹൃദയവാൽവുകളും കോർണിയയുമാണ് ദാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഡൽഹിയിൽ വെച്ച് ഹരീഷ് റാണയുടെ സംസ്കാരം നടന്നത്. ഡൽഹി ഗ്രീൻ പാർക്ക് ശ്മശാനത്തിൽ മതാചാരപ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് ഹരീഷ് റാണ അന്തരിച്ചതായി ഡൽഹി എയിംസ് ആശുപത്രി സ്ഥിരീകരിച്ചത്. ദയാമരണം നിയമവിധേയമാക്കിയതിനു ശേഷം ആദ്യമായി ദയാവധത്തിന് സുപ്രീംകോടതി അനുമതി നൽകിയ വ്യക്തി എന്ന നിലയിൽ ഹരീഷ് റാണയുടെ പേര് രാജ്യത്തിന്റെ നിയമ ചരിത്രത്തിന്റെ ഭാഗമായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.